ആ ഗൈസ്, സുഖിൽ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്നത് നാടൻ ഞണ്ട് റോസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ഞണ്ട് എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട ചേരുവ: 1 തക്കാളി, 5 പച്ചമുളക്, 7 ചുവന്നുള്ളി, 8 വെളുത്തുള്ളി അല്ലി, 3 പീസ് ഇഞ്ചി, 1 ഹാഫ് സവാള. അപ്പോൾ നമ്മൾ അതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും അരിഞ്ഞെടുക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആദ്യത്തിന് ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആദ്യം വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് നല്ലോണം മൂത്ത് വന്നേരം ഇളക്കി യോജിപ്പിക്കണം. അത്യാവശ്യം കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചതും സവാള 10 പീസും ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി സവാള ഒരു ബ്രൗൺ കളറാകണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് മുറിച്ച് സ്ലൈസ് ആക്കണം. ചെറിയ സ്ലൈസ് ആക്കി എടുത്തിട്ട് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പിലയും കൂടി ലാസ്റ്റ് ആഡ് ചെയ്യണം. ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഗരം മസാല ആഡ് ചെയ്യുക. നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചീനച്ചട്ടിയിലോട്ട് ഇടുക. ചട്ടിയിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുക. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കുക. ഗ്രേവി നല്ലോണം ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ചീനച്ചട്ടിയിലോട്ട് ആഡ് ചെയ്യുക. ഞണ്ട് ആഡ് ചെയ്തതിനു ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അങ്ങനെ നമ്മുടെ നാടൻ പുഴഞ്ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കണ വീഡിയോ കൂടി ഇട്ട് എല്ലാവരെയും കാണിച്ചു തരാം. നമ്മുടെ ഞണ്ട് കറി കഴിച്ച് നോക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.